അധ്വാനിക്കുന്നതെന്നും അനുഗ്രഹമാണ്. ആത്മാർത്ഥമായി പണിയെടുക്കുന്നവന് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല. എല്ലാവർക്കും പ്രയോജനകരമായി ചെയ്യുവാൻ എന്തെങ്കിലുമൊക്കെ കാണും. അത് കണ്ടുപിടിക്കണം. ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മനുഷ്യ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലയിലേക്കാണ് ദൈവത്തിൻ്റെ വചനം വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. നീതിയെയും ന്യായത്തെയും ഇഷ്ടപ്പെടുന്ന ദൈവമാണ് അവിടുന്ന്. ഏകദേശം 99 വയസ്സായപ്പോൾ ഭക്തനായ അബ്രഹാം എന്ന മനുഷ്യനോട് ദൈവം അരുളി ചെയ്തു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം. നമ്മെ കാണുന്ന അറിയുന്ന ദൈവം മുമ്പാകെ നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സദൃശ്യവാക്യങ്ങൾ 11-ാം അധ്യായം 16-ാം വാക്യം മുതൽ 12-ാം അധ്യായത്തിൻ്റെ 11 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മൾ കേൾക്കാം. സദൃശവാക്യങ്ങൾ 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വരെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചല്ലോ. ബിസിനസ് രംഗത്ത് നാം സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് 11-ാം അധ്യായം ആരംഭിച്ചത്. അന്യന് വേണ്ടി ജാമ്യം നിന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നാം കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചു. ഇനി സദൃശവാക്യങ്ങൾ 11-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം മുതൽ നാം ചിന്തിക്കുവാൻ പോകുകയാണ്. 16-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു, വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. രൂത്തിൻ്റെ പുസ്തകത്തിൽ നാം പഠിക്കുന്ന രൂത്തിനെയാണ് വാസ്തവത്തിൽ ഇത് വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അവൾ ഒരു വിധവയും പാവപ്പെട്ടവളും, അതെ, അന്യദേശക്കാരത്തിയുമായിരുന്നു. എന്നിട്ടും അവൾ തൻ്റെ മാനം കാത്തു. ബോവസ് അവളോട് പറഞ്ഞത്, നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ബേത്ലഹേം പട്ടണക്കാർക്കെല്ലാം അവളെ അറിയാമായിരുന്നു. പുരുഷന്മാരുമായുള്ള ബന്ധത്തിൽ മാത്രമല്ല അവൾ തൻ്റെ മാനം കാത്തത്, പിന്നെയോ എല്ലാ വിധത്തിലും അവൾ ഉത്തമയായിരുന്നു. രണ്ടാമത്തെ ഭാഗം ബോവസിന് ചേരുന്നതാണ്. വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. വിക്രമന്മാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബലവാന്മാർ എന്ന അർത്ഥമാണ്. ഇത് തെറ്റായി ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു വാക്കും കൂടിയാണ്. 18 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. 11-ാം അധ്യായത്തിൻ്റെ 18 മുതൽ. ദുഷ്ടൻ വൃഥാ ലാഭമുണ്ടാക്കുന്നു, നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായ പ്രതിഫലം കിട്ടും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു, ദോഷത്തെ പിന്തുടരുന്നവനോ തൻ്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. വക്രബുദ്ധികൾ യഹോവയ്ക്ക് വെറുപ്പ്, നിഷ്കളങ്ക മാർഗികളോ അവന് പ്രസാദം. ദുഷ്ടന് ശിക്ഷ വരാതെ ഇരിക്കില്ല എന്നതിന് ഞാൻ കൈയടിക്കാം, നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും. ഞാൻ മിക്കവാറും വാക്യങ്ങൾ വായിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത് എന്നെനിക്കറിയാം. എന്നാൽ താങ്കൾ ഓരോ വാക്യവും പ്രത്യേകം ശ്രദ്ധിക്കണം, ധ്യാനിക്കണം. അത് മിക്കവാറും എല്ലാ വാക്യത്തിലും നമുക്കുള്ള ഏതെങ്കിലും ഗുണപാഠം ഉണ്ടായിരിക്കുമെന്ന് മറക്കരുത്. നാം ഇപ്പോൾ വായിച്ച ഭാഗത്ത് പാപവും നീതിയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം ആകുന്നു കാണുന്നത്. അത് തമ്മിലുള്ള വ്യത്യാസം. ചതിയും നിയമനിഷേധവും ന്യായം വിധിക്കപ്പെടും. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ഒരു വിശ്വാസിക്കുള്ള നീതി എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെ നീതിയാകുന്നു. നമുക്കത് ഉള്ളതിനാൽ നാം ന്യായവിധിയിൽ അകപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടക്കും. അടുത്തതായി വളരെ ചിന്തിപ്പിക്കുന്ന വേറൊരു വാക്യം, 22-ാം വാക്യം. വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ മൂക്കുത്തി പോലെ. മൂക്കിൽ പൊന്മൂക്കുത്തിയും ഇട്ടുകൊണ്ടൊരു പന്നി നടക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? രസകരമായ ഒരു സാമ്യപ്പെടുത്തൽ.
അങ്ങനെയുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പല മാസികകളും വെബ്സൈറ്റുകളുമൊക്കെ എടുത്തു നോക്കിയാൽ നിറയെ അവരെയാണ് കാണാൻ സാധിക്കുന്നത്. അവർ സുന്ദരികളാണ്, എന്നാൽ യാതൊരു വിവേകവും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. പുരുഷന്മാരുടെ ബലഹീനതയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർ. പണം കിട്ടുമെങ്കിൽ ഏത് വേഷം കെട്ടാനും ഇനി വേഷമൊന്നും ഇടാതിരിക്കാനും അവർ തയ്യാറാണ്. മൃഗത്തെക്കാൾ കഷ്ടമായി വിവേകമില്ലാതെ ജീവിക്കുന്നവർ. അതത്രേ ഇവിടെ ശലോമോൻ പറയുന്നത്. 23-ാം വാക്യം എടുത്താട്ട് 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ. സന്തോഷവും സമാധാനവും ലഭിക്കുവാനുള്ള ഒരേ ഒരു മാർഗം ക്രിസ്തുവിനോട് ശരിയായ ബന്ധത്തിൽ ആയിരിക്കുന്നത് മാത്രമാണ്. 24-ഉം 25-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ഇതൊരു വിരോധാഭാസമാണല്ലേ? നമ്മുടെ കർത്താവ് പറഞ്ഞ ആ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും എന്നുള്ളതിനോട് ഇത് ഒക്കുന്നുണ്ട്. അതൊരു സാധാരണ തത്വമാകുന്നു. സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നതിലും ഈ കാര്യം വാസ്തവമാണ്. ഇന്ന് ഈ വലിയ തത്വം അംഗീകരിക്കാത്ത മനുഷ്യൻ കൂട്ടിവെച്ച് ഉള്ളതും കൂടി കളഞ്ഞു കുളിക്കുന്നു. 26-ാം വാക്യം. ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും, അത് വിൽക്കുന്നവൻ്റെ തലമേലോ അനുഗ്രഹം വരും. ഈ വാക്യം വീണ്ടും എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത് മിസ്രൈമിൽ യോസഫിൻ്റെ കാര്യമാണ്. അവൻ ധാന്യം പൂഴ്ത്തി വെച്ചില്ല. അവൻ 7 വർഷം അത് വിശ്വസ്തയോടെ ശേഖരിച്ചു. എന്നിട്ട് തൻ്റെ പിതാവിനെയും സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അന്നത്തെ ലോകത്തെ മൊത്തം തീറ്റിപ്പോറ്റുവാൻ അവന് കഴിഞ്ഞു. ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ നാബാലിനെക്കുറിച്ചും ഓർക്കുകയാണ്. ഓർക്കുന്നില്ലേ നാബാൽ? അവൻ ഭക്ഷണം പങ്കുവയ്ക്കാതിരുന്നു. അവനൊരു മൂഢനായിരുന്നു. അതായിരുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥവും. അബിഗയിൽ എന്ന പേരോടുകൂടി ഒരു സുന്ദരിയായ സ്ത്രീയെ അവൻ വിവാഹം ചെയ്തിരുന്നു. ഞാൻ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അവൾ അവനെ വിവാഹം കഴിച്ചതെന്ന്. എനിക്കറിയില്ല. എന്നിരുന്നാലും അവൻ ധനവാനായിരുന്നത് കൊണ്ടായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുള്ളൂ. ദാവീദ് ശൗലിൽ നിന്നും ഒളിച്ചിരുന്ന ആ കാലത്തൊക്കെ നാബാലിൻ്റെ ആടുകളെ പരിപാലിക്കുകയും അവനെ പല അവസരങ്ങളിലും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദാവീദും അവൻ്റെ ആളുകളും വിശന്നപ്പോൾ ആഹാരത്തിനായി നാബാലിനെ സമീപിച്ചു. അതും അവരുടെ ഒരു പ്രത്യേക വിരുന്നിൻ്റെ സമയത്ത്, നാബാലിൻ്റെ വീട്ടിലെ വിരുന്നിൻ്റെ സമയത്ത്. നാബാൽ ദാവീദിനെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ അധിക്ഷേപിച്ചു വിട്ടു. പിന്നെ സംഭവിച്ചതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഈ സദൃശവാക്യം ശരിക്കും നാബാലിന് ചേരുന്നതാണ്. ഈ വാക്യത്തിനൊരു ആത്മീയ അർത്ഥവും നൽകാവുന്നതാണ്. ധാന്യം ദൈവവചനമാണ്. അനേകം പ്രസംഗകരും ധാന്യം കൊടുക്കാതെ സൂക്ഷിക്കുന്നു. ദൈവവചനം പഠിപ്പിക്കേണ്ട സമയത്ത് അവർ രാഷ്ട്രീയവും സാമൂഹ്യവുമായ കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. തങ്ങളുടെ ജനങ്ങളിൽ നിന്നും ധാന്യം പിടിച്ചു വെക്കുന്ന സഭാ ശുശ്രൂഷകരോട് ദൈവം കരുണ കാണിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വളരെയധികം പ്രസംഗപീഠങ്ങൾ, അതെ, ആരാധനാ സ്ഥലങ്ങളിൽ ദൈവവചനത്തിന് യാതൊരു പ്രാധാന്യവും നൽകാത്ത ശുശ്രൂഷകരുണ്ട്. നാം എല്ലാവരും ഇന്ന് ധാന്യം നൽകേണ്ടതുണ്ട്. ഇത് പ്രസംഗകരുടെയോ പൂർണ്ണസമയ സുവിശേഷ വേലക്കാരുടെയോ മാത്രം പണിയല്ല. താങ്കൾക്കും ചുറ്റുമുള്ളവർക്ക് ധാന്യം നൽകാതെ താങ്കൾ ഉദാസീനനായിരിക്കുകയാണോ? താങ്കളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ദൈവവചനം നൽകുന്ന വലിയ ശുശ്രൂഷയിൽ താങ്കൾക്ക് ആയിരിക്കാവുന്നതാണ്. അതേ സുഹൃത്തെ, ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവരെ ജനങ്ങൾ ശപിക്കും. എന്നാൽ താങ്കളുടെ പ്രയത്നഫലമായി ജീവൻ്റെ വചനം ലഭിച്ച ആരെങ്കിലും വന്ന് താങ്കൾക്ക് നന്ദി പറയുന്നത് എത്ര വലിയ ആവേശം നൽകുന്ന അനുഭവമായിരിക്കും. അത് വിൽക്കുന്നവൻ്റെ തലമേലോ അനുഗ്രഹം വരും എന്ന് നാം വായിച്ചു. അഥവാ പണവും വിലയും കൂടാതെ കൊടുക്കുന്നവർക്ക് അത് അനുഗ്രഹമായിരിക്കും എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. 27-ാം വാക്യത്തിൽ, നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു, തിന്മയെ തിരയുന്നവനോ അത് തന്നെ കിട്ടും. ഒരു മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ അവൻ കൊയ്യും എന്നുള്ളതിൻ്റെ മറ്റൊരു ഭാഷ്യമാകുന്നു ഇത്.
28 വാക്യത്തിൽ നാം കാണുന്നത്, തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. നമ്മുടെ കർത്താവിൻ്റെ ഉപമകളിൽ നിന്ന് മൂഢനായ ധനവാനെക്കുറിച്ചുള്ളത് ഓർക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആ ധനവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒക്കെ ഭയങ്കരമായി കൊയ്ത്തുണ്ടായപ്പോൾ, വളരെ ധാന്യം വിളഞ്ഞപ്പോൾ തൻ്റെ കളപ്പുരകളെ പൊളിച്ച് വലുത് പണിയുവാൻ ഈ പറഞ്ഞ ധനവാൻ തീരുമാനിച്ചു. അവൻ തൻ്റെ ശ്രദ്ധ മുഴുവൻ അതിലായിരിക്കും നൽകിയത്. വലിയ കളപ്പുരകൾ പണിയുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ കർത്താവ് പറഞ്ഞത് ഈ പറഞ്ഞ മനുഷ്യൻ ഒരു വിഡ്ഢിയാകുന്നു എന്നത്രേ. കാരണം ഇവിടെ വലിയ കളപ്പുരകൾ പണിയുന്നത് മാത്രമാണ് അവർ ചിന്തിച്ചത്. നിത്യതയിൽ എന്തെങ്കിലും പണിയുന്നതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചതേയില്ല. ഓർക്കണം, അവൻ അന്നേരം ഉണ്ടായിരുന്ന കളപ്പുര ആവശ്യത്തിന് ധാന്യം കൊള്ളുന്നതായിരുന്നിരിക്കും. എന്നിരുന്നാലും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ മനസ്സില്ലാത്തവനായി അവൻ സ്വയം പൂഴ്ത്തിവെക്കുവാൻ അല്ലെങ്കിൽ കൂട്ടിവെക്കുവാൻ ശ്രമിച്ചു. ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നാം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നില്ലെങ്കിൽ അത് വലിയ ആപത്തിലേക്ക് നമ്മെ നയിക്കും. ധനത്തിൻ്റെ ഒരു അപകടം അതത്രേ. സ്വർഗത്തിലേക്കുള്ള വഴി വാങ്ങുവാൻ ആരാലും സാധ്യമല്ല. തീർച്ചയായും ധനം ഈ ലോകത്തിൽ വളരെയധികം പ്രയോജനം ചെയ്തു എന്ന് വന്നേക്കാം. പക്ഷേ സ്വർഗത്തിലേക്കുള്ള വഴി വാങ്ങുവാൻ ഈ പണം കൊണ്ടൊരിക്കലും സാധ്യമല്ല. 29 വാക്യം, സ്വഭവനത്തെ വലയ്ക്കുന്നവൻ്റെ അനുഭവം വായു അത്രേ, ഭോഷൻ ജ്ഞാനഹൃദയന് ദാസനായിത്തീരും. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വലിയ ധനത്തിൽ ഒന്ന് ഭവനമാകുന്നു. കുടുംബങ്ങൾ അംഗീകാരവും പ്രോത്സാഹനവും ആലോചനയും ഒക്കെ ലഭിക്കുന്ന സ്ഥലമാണ്. ഭവനത്തെ തള്ളിക്കളയുന്നത് മൂഢത്തരമാകുന്നു എന്ന് ഇവിടെ പറയുന്നു. കാരണം ഈ പറഞ്ഞ അനുഗ്രഹങ്ങളിൽ നിന്നെല്ലാം നാം സ്വയം മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഭവനത്തിൽ സന്തോഷത്തിനും സമാധാനത്തിനുമായി നാം കഠിന പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. 30 വാക്യത്തിൽ നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു എന്ന് വായിക്കുന്നു. സാധാരണ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ടല്ലോ, അച്ഛന്മാരുടെയും പാസ്റ്റർമാരുടെയും ഉപദേശിമാരുടെയും ഒക്കെ മക്കൾ പിഴയാണെന്ന്. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകം മുഴുവനുള്ളൊരു ചിന്തയാണ്. അനേകം വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ഇതേക്കുറിച്ചൊരു പഠനം നടത്തിയതിനെക്കുറിച്ച് ഞാൻ വായിച്ചു. ഒരു വലിയ പങ്ക് പ്രസംഗകരുടെ മക്കളെക്കുറിച്ചുള്ള പഠനം. ഒടുവിൽ കണ്ടെത്തിയത് ഞാൻ പറയാം. അമേരിക്കയിലെ പ്രസിഡന്റന്മാരിൽ അനേകരും സുവിശേഷ പ്രസംഗകരുടെ അല്ലെങ്കിൽ ഉപദേശിമാരുടെ അല്ലെങ്കിൽ സഭാശുശ്രൂഷകന്മാരുടെ മക്കളായിരുന്നു എന്നത്രേ. അതുപോലെ തന്നെ ഒരു വലിയ പങ്ക് ശാസ്ത്രജ്ഞന്മാരും സമൂഹത്തിൽ ഉന്നതരായിരിക്കുന്നവരും പ്രസംഗകരുടെ മക്കൾ ആകുന്നു എന്ന് അവർ കണ്ടുപിടിച്ചു. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ, ഞാനും ഒരു ഉപദേശിയുടെ മകനാണ്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. സാധാരണ രക്ഷിക്കപ്പെട്ടവരുടെ മക്കൾ വളരെ നല്ല നിലയിൽ കാണപ്പെടാറുണ്ട് എന്ന് ഞാൻ പറയട്ടെ. ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുക മാത്രം ചെയ്യുന്നവരുടെ മക്കളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അവരുടെ മക്കൾ സമൂഹത്തിലെ ഗുണ്ടകളായിരിക്കും. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട, പറച്ചിൽ മാത്രമല്ല അനുഭവമുള്ളവർ, അവരുടെ മക്കൾ തീർച്ചയായും സമൂഹത്തിനൊരു അനുഗ്രഹമായിരിക്കും. വീട്ടിൽ മാതൃകയോട് ജീവിക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായും കുഞ്ഞുങ്ങളെ സമൂഹത്തിന് അനുഗ്രഹമായി നൽകുകയാണ് ചെയ്യുന്നത്. കുടുംബത്തിൽ എങ്ങനെ ബന്ധങ്ങൾ ശരിയാക്കി സന്തോഷമായിരിക്കാമെന്ന് പഠിപ്പിക്കുന്ന അനേകം ക്ലാസ്സുകളും സെമിനാറുകളും ഒക്കെ ഇന്ന് ലഭ്യമാണ്. എന്നാൽ അതൊക്കെ പഠിച്ചിട്ട് വന്നും ബഹളമാകുന്നു. ആ പഠനം ഒന്നും പോരാ എന്ന് ചുരുക്കം. നാം ദൈവവചനത്തിലേക്ക് തിരിഞ്ഞ് ഭവനത്തിൽ ഒരു ദൈവവുമായുള്ള ജീവിതം നയിക്കണം. നമുക്ക് വീട്ടിൽ നീതിപൂർവമായൊരു ജീവിതമുണ്ട് എങ്കിൽ കുടുംബ കലഹങ്ങളെല്ലാം തന്നെ മാറിപ്പോകുന്നതാണ്. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം. കുടുംബത്തിൽ ദൈവത്തിനും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുത്തെന്നാൽ പിന്നെ വഴക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്നത്തെ അസ്വസ്ഥമായ കുടുംബങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നറിയാമോ? പിന്നെ പറയുന്നു, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു എന്ന്. ഇത് വാസ്തവത്തിൽ തർജ്ജിമ ചെയ്യേണ്ടത് ആത്മാക്കളെ നേടുന്നവൻ ആകുന്നു ജ്ഞാനി എന്നത്രേ. വ്യക്തിപരമായി സാക്ഷിക്കുന്നതിൽ ഇന്ന് വളരെയേറെ പ്രാധാന്യം നൽകിക്കാണുന്നുണ്ട്. കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനായിട്ടുള്ള ആ താല്പര്യം, അത് വളരെ നല്ലതാണ്. നമ്മുടെ ഈ കാലത്തും നമ്മുടെ ഈ തലമുറയിലും സംഭവിക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാകുന്നു അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അനേകരും ആത്മാക്കളെക്കുറിച്ച് ഭാരമുള്ളവരാണ്. ആത്മാക്കളെ നേടുന്നവൻ ജ്ഞാനിയാകുന്നു എന്ന് ദൈവവചനം എല്ലായ്പ്പോഴും പറയുന്നുണ്ട്. അവരാണ് വാസ്തവത്തിൽ ബുദ്ധിമാന്മാർ. നാം മറ്റുള്ളവരെ കർത്താവിലേക്ക് നേടുന്ന ശുശ്രൂഷയിൽ ആയിരിക്കേണ്ടതാണ്. വ്യക്തിപരമായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊടുത്തത് കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടിരിക്കരുത്. നാം നമുക്ക് ലഭിക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് നാം നമ്മുടെ അനുഭവങ്ങൾ പങ്കിടണം. നാം അനുഭവിക്കുന്ന സന്തോഷം പങ്കുവെക്കണം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അംഗീകരിച്ചത് കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ മറ്റുള്ളവർ കാണണം. നമുക്ക് ലഭിച്ചിട്ടുള്ള ഓഫീസിൽ, ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ, നമ്മുടെ അയൽക്കാരോട്, നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും യേശുവിനെക്കുറിച്ച് പറയുന്നത് ഒരു സന്തോഷമായി, ഒരു അഭിമാനമായി കാണുവാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും അത് താങ്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. ഇവിടെ നാം വായിക്കുന്നത് ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. അതെ, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് ഭാരമുള്ളവനാകുന്നു ജ്ഞാനി, അല്ലാത്തവൻ ഭോഷനാകുന്നു. 31 വാക്യത്തിൽ നാം വായിക്കുന്നത്, നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നു എങ്കിൽ ദുഷ്ടനും പാപിക്കും എത്ര അധികം. ന്യായവിധി വരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ആരും പാപം ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടും എന്ന് കരുതരുത്. സാരമില്ല എന്നും ആരും അറിയില്ല എന്നും ഞാൻ പിടിക്കപ്പെടുകയില്ല എന്നും ചിന്തിക്കരുത്. അത് വെറും മണ്ടത്തരം മാത്രമാകുന്നു. തീർച്ചയായും നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നു എങ്കിൽ ദുഷ്ടനും പാപിക്കും എത്രയധികം ശിക്ഷാവിധി വരും. എല്ലാവരും അവരുടെ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിച്ചേ മതിയാകൂ. നന്മ ചെയ്യുന്നവർക്ക് അതിന് തക്ക പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് അതിന് തക്ക ശിക്ഷയും ലഭിക്കും എന്ന കാര്യത്തിൽ ദൈവവചനം വളരെ വ്യക്തമാണ്. ഇനി നമുക്ക് 12 അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ജ്ഞാനത്തിൻ്റെ വിദ്യാലയത്തിലെ യുവാവ് ഇപ്പോഴും തൻ്റെ പ്രാഥമിക പഠനത്തിൽ തന്നെയാണ്. അതേസമയം അവനുള്ള നിർദ്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 12 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം കാണുന്നത്, പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായൻ. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ വാസ്തവത്തിൽ മുൻഗണന എന്താണെന്നും മുൻഗണന എന്തിനെന്നും ഉന്നത മൂല്യങ്ങളുള്ള കാര്യങ്ങൾ എന്തെന്നും ശരിക്ക് അറിയുന്നവനാണ് പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ. അതായത് അവൻ പ്രബോധനം ശ്രദ്ധിക്കും. ദൈവവചനം ശ്രദ്ധിക്കുവാൻ വേണ്ടി ആളുകളെ ലഭിച്ചു കഴിഞ്ഞുണ്ടാകാറുള്ള പ്രശ്നങ്ങളിൽ വലിയ ഒരു പ്രശ്നം ദൈവവചനം അനുസരിക്കുന്നതിനായി മനുഷ്യരെ കിട്ടുക എന്നതത്രേ. ആദ്യം ശ്രദ്ധിക്കുവാനായി പലരെയും നിർബന്ധിച്ചു കൊണ്ടുവരും. പിന്നെ അവരെ കൊണ്ട് ഇതൊന്ന് അനുസരിപ്പിക്കുവാൻ എന്ത് പാടാണെന്നറിയാം. അനുസരണം തികച്ചും അത്യാവശ്യമായ കാര്യമാണ്. പഠിക്കുവാൻ താല്പര്യമില്ല എങ്കിൽ എത്ര വർഷം സ്കൂളിൽ ഇരുന്നെന്നാലും അതിൽ നിന്നും യാതൊന്നും നേടുകയില്ല. എന്നാൽ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താങ്കൾക്ക് പഠിക്കുവാൻ കഴിയുന്നതിന് അവസാനമില്ല. ക്രിയാത്മകങ്ങളായ വിമർശനത്തെ എതിർക്കുന്നവൻ്റെ പ്രശ്നം അഹങ്കാരമാണ്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്നാൽ അത് താങ്കളുടെ ജീവിതത്തിൽ വാസ്തവമാകുന്നുവോ എന്ന് ചിന്തിക്കുന്നതാണ് എപ്പോഴും ഒരു ജ്ഞാനിയുടെ ലക്ഷണം. അത് തെറ്റായ കാര്യമാകുന്നു എങ്കിൽ അത് തിരുത്തുവാൻ താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് ജീവിതത്തെ കൂടുതൽ പ്രയോജനകരമായ പാതകളിലേക്ക് മാത്രമേ നയിക്കൂ. അല്ലാത്തവർ അധികമൊന്നും പഠിക്കുവാൻ സാധ്യതയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. 12 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ നാം കാണുന്നത്, ഉത്തമൻ യഹോവയോട് പ്രസാദം പ്രാപിക്കുന്നു, ദുരുപായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു. 1 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല എന്നത്രേ. പ്രശസ്തിക്കും ധനത്തിനും മനുഷ്യരുടെ ഉന്നതമായ വിലയിരുത്തലുകൾക്കും എല്ലാം പുറമേ അഭക്തൻ വളരെ പരിതാപകരമായ ഒരു അന്ത്യത്തിലേക്കാണ് വരുന്നത്. ദൈവം തീർച്ചയായും അങ്ങനെയുള്ള മനുഷ്യരെ ന്യായം വിധിക്കുവാൻ പോവുകയാണ്. ദുരുപായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു. 3 വാക്യം ഞാൻ വായിക്കാം. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല, നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകയില്ല. എത്ര കൃത്യമായിട്ടുള്ള വാക്യം! ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന ഒരു ഉപമ നമ്മുടെ കർത്താവ് നൽകിയിട്ടുണ്ട്.
അത് ഗിരിപ്രഭാഷണത്തിലാണ് നാം കാണുന്നത്. പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനും മണലിന്മേൽ വീട് പണിത മനുഷ്യനും. പാറ തീർച്ചയായും ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്, ദൈവവചനമാകുന്ന ഉറച്ച അടിസ്ഥാനം. തുടർന്ന് യുവാവിനോട് നൽകുന്ന ഉപദേശം തനിക്ക് ഭാര്യയെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ്. ഇതും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യമാണല്ലോ. അതിനെ ലാഘവ ബുദ്ധിയോടെ കാണുവാൻ ഒരിക്കലും സാധിക്കില്ല. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം, നാണം കെട്ടവളോ അവൻ്റെ അസ്ഥികൾക്ക് ദ്രവത്വം. പഴയ നിയമത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന അനുഗ്രഹീതരായ ഭാര്യമാരെക്കുറിച്ച് ചിന്തിക്കൂ. പാമ്പ് പറഞ്ഞത് ശ്രദ്ധിച്ചു എന്നതിരിക്കെ ഹൗവ ഒരു അനുഗ്രഹീത വ്യക്തിത്വമുള്ള ആളായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം സാറായെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ ഭാര്യ സാറ. അവൾ എല്ലാവർക്കും മാതൃകയാക്കുവാൻ കൊള്ളാകുന്ന ഒരു നല്ല സ്ത്രീരത്നമായിരുന്നു. ഒരു ഭാര്യയായിരുന്നു, അവളൊരമ്മയായിരുന്നു. മോശയുടെ അമ്മയായിരുന്ന യോഖെബേദ് എടുത്തു പറയപ്പെടുവാൻ കൊള്ളാകുന്ന ഒരു സ്ത്രീരത്നമായിരുന്നു. എത്രയെത്ര മഹതികൾ അതുപോലെ. അതേസമയം തന്നെ അത്ര കൊള്ളരുതാത്ത അനേകം സ്ത്രീകളെയും കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് പറയാവുന്നത് അവർ അസ്ഥികൾക്ക് ദ്രവത്വമാകുന്നു എന്നത്രേ. ഇയ്യോബിൻ്റെ ഭാര്യ, അവന് അത്ര സഹായമായിരുന്നില്ല അവൾ. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സാത്താൻ കൈകടത്തിയപ്പോൾ ഇയ്യോബ് ചാരിയിരുന്ന സകലത്തെയും സാത്താൻ എടുത്തു മാറ്റി. എന്നാൽ ഇയ്യോബിൻ്റെ ഭാര്യയെ അവൻ മാറ്റിയില്ല. കാരണം എന്തായിരിക്കും? അവൾ ഇയ്യോബിന് അധികം പ്രയോജനമാകില്ല എന്ന് മാത്രമല്ല, അവളിലൂടെ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് സാത്താൻ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കും. വേറെ പല ദുഷ്ടസ്ത്രീകളെയും കുറിച്ച് നാം ബൈബിളിൽ കാണുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ഭാര്യമാരോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് ഒരു കിരീടമാകുന്നുവോ, അതോ അദ്ദേഹത്തിൻ്റെ അസ്ഥികൾക്ക് ദ്രവത്വമാകുന്നുവോ? 5-ാം വാക്യം 5 മുതൽ 7 വരെ ഞാൻ വായിക്കാം. നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം, ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിവത്രേ. ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞു വെക്കുന്നു, നേരുള്ളവരുടെ വാക്കോ അവരെ വിടുവിക്കുന്നു. ദുഷ്ടന്മാർ മറിഞ്ഞു വീണ് ഇല്ലാതെയാകും, നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. ഇവിടെയും ദുഷ്ടൻ എന്ന സ്ഥാനത്ത് നിയമനിഷേധി എന്ന് തന്നെ തർജ്ജിമ ചെയ്യാവുന്നതാണ്. അതായിരിക്കും കൂടുതൽ ശരിയായത്. ദൈവം ക്രമസമാധാനത്തിൽ വിശ്വസിക്കുന്നു. നിയമനിഷേധനത്തെക്കുറിച്ച് വളരെയേറെ പറയുവാൻ അവനുണ്ട്. 8ഉം 9ഉം വാക്യങ്ങളിൽ മനുഷ്യൻ തൻ്റെ ബുദ്ധിക്കൊത്തവണ്ണം ശ്ലാഘിക്കപ്പെടുന്നു, വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു. മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തിന് മുട്ടുള്ളവനേക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു ഭൃത്യനുള്ളവൻ ശ്രേഷ്ഠൻ ആകുന്നു. 9-ാം വാക്യം അല്പം ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നതായി തോന്നുന്നില്ലേ? എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമാകുന്നു പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. തനിക്ക് വേണ്ടി കരുതുവാൻ പ്രാപ്തിയുള്ള ഒരു ഭൃത്യൻ അഥവാ ദരിദ്രൻ നല്ലതാകുന്നു. ഇവിടുത്തെ ചിന്ത സമൂഹത്തിൽ അത്ര വിലയൊന്നുമില്ലാത്തവനെന്ന് തോന്നിയാൽ തന്നെ തൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാൻ കഴിയുന്ന ഒരുവൻ കൂടുതൽ സന്തോഷവാനും വളരെയേറെ ഉണ്ട് എന്ന് തോന്നിയിട്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാത്തവൻ കൂടുതൽ അരിഷ്ടനുമാകുന്നു എന്നുള്ള ഒരു താരതമ്യമാകുന്നു. സമൃദ്ധി കൊണ്ട് മാത്രം ഒന്നും സാധിക്കുവാനില്ല. ഉള്ളതുകൊണ്ട് ജീവിക്കുവാൻ പഠിക്കണം. ഇന്ന് അനേകർക്കും ഉള്ളതുകൊണ്ട് ജീവിക്കുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് അറിയില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇല്ലാത്തതല്ല, ഉള്ളതുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, നീതിമാൻ തൻ്റെ മൃഗത്തിൻ്റെ പ്രാണാനുഭവം അറിയുന്നു, ദുഷ്ടന്മാരുടെ ഉള്ളമോ ക്രൂരമത്രേ. ശലോമോൻ ആരെയും വിടുന്നില്ല എന്ന കാര്യം ഓർക്കണം. വളരെ വിചിത്രമായി തോന്നാവുന്ന ഒരു വാക്യമാണ് ഈ 10-ാം വാക്യം. മൃഗത്തോട് വളരെ ക്രൂരമായി ഇടപെടുന്ന മനുഷ്യരുണ്ട്. ഇത് തീർച്ചയായും ഒരു വ്യക്തിയുടെ സ്വഭാവം വെളിപ്പെടുത്തുന്നത് തന്നെയാണ്. എന്നെ തിരിച്ചൊന്നും ചെയ്യാത്തതിനോട് എനിക്കെന്തും ചെയ്യുവാൻ കഴിയുമെന്നുള്ള ചിന്ത എത്ര മോശപ്പെട്ടതാണെന്നറിയാമോ? മൃഗത്തോട് ക്രൂരമായി ഇടപെടുന്നവൻ തീർച്ചയായും തൻ്റെ ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും അങ്ങനെയുള്ളവനായിരിക്കും എന്നത് വ്യക്തമാണ്. 11-ാം വാക്യം,
നിലം കൃഷി ചെയ്യുന്നവൻ ആഹാരം സമൃദ്ധിയായി കിട്ടും, നിസാരന്മാരെ പിൻചെല്ലുന്നവനോ ബുദ്ധിഹീനൻ. ഇത് പറയുന്നത് നിങ്ങൾ ആയിരിക്കുന്ന ജോലിയിൽ താല്പര്യപൂർവ്വം ആയിരിക്കുക എന്നാണ്. അതിൽ ധൃതിയായി തന്നെ മുൻപോട്ട് പോകുക. അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിൽ നഷ്ടം മാത്രമേ ഉള്ളൂ എന്നത്രേ. കഷ്ടപ്പെടാതെ ആർക്കും സുഖമായി ജീവിക്കുവാൻ സാധിക്കില്ല. ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് സുഖം എന്നത്രേ അനേകരും ചിന്തിക്കുന്നത്. അത് വെറും മണ്ടത്തരമാണ്. ശരിക്കും പണിയെടുക്കണം. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ എന്തുമാത്രം ഭൂമിയാണ് വെറുതെ കിടക്കുന്നത്. പണിയെടുക്കുവാൻ ആർക്കും വയ്യാത്തതുപോലെയാണ്. ഇത് ഉടമസ്ഥന് മാത്രമല്ല, നാടിന് തന്നെ നഷ്ടമാണ്. പലരും നിസാരന്മാരുടെ കൂടി വെറുതെ ഇരുന്ന് സമയം കളയുവാനാണ് ഇഷ്ടപ്പെടുന്നത്. യാതൊരു കാര്യവുമില്ലാത്തതൊക്കെ പറഞ്ഞ് വിലപ്പെട്ട സമയം കളയുന്ന മനുഷ്യർ. നമ്മുടെ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം. പണിയെടുക്കുവാൻ മനസ്സുണ്ടോ? അതെ, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് എത്രമാത്രം അധ്വാനിക്കുവാൻ നാം തയ്യാറാണ്? വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളതല്ല. നാം അതേക്കുറിച്ച് ചിന്തിക്കണം. നാം അതേക്കുറിച്ച് പ്ലാൻ ചെയ്യണം. ഭംഗിയായി കാര്യങ്ങൾ ക്രമീകരിക്കണം. അങ്ങനെ ഉത്സാഹശീലമുള്ളവർക്ക് മാത്രമേ ഈ ഭൂമിയിലും ദൈവസന്നിധിയിലും പ്രാഗൽഭ്യമുള്ളൂ എന്ന കാര്യം ഓർക്കണം. ഇന്ന് പലപ്പോഴും നാം മടി പിടിച്ച് നാം ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുവാനായി കാത്തിരുന്ന ആകെ കാര്യങ്ങൾ കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ആരുടെയെങ്കിലും നിർബന്ധമില്ലാതെ പലർക്കും ഒന്നും ചെയ്യുവാൻ മനസ്സില്ല. ഇത് മോശകരമായൊരനുഭവമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഉത്സാഹത്തോടുകൂടി ദൈവം എനിക്ക് പ്രവർത്തിക്കുവാൻ തന്ന നല്ല അവസരങ്ങളാണ് ഇതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതോ മടി പിടിച്ച് ജീവിതത്തെ പാഴാക്കിക്കളയുകയാണ്? മറ്റുള്ളവർക്കുള്ളത് കണ്ട് അസൂയപ്പെട്ട് ജീവിച്ചാൽ പോരാ. എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടെ ചെലവഴിക്കേണ്ടതുണ്ട്. ദൈവഹിതപ്രകാരം കുടുംബത്തെ നോക്കണം. മാതൃകയുള്ള ജീവിതം നയിക്കണം. ലഭിച്ചിട്ടുള്ള അവസരങ്ങളെ പാഴാക്കാതെ പ്രവൃത്തിയെടുക്കണം. അത് ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അങ്ങനെ അനുഗ്രഹമുണ്ടാകുവാൻ വേണ്ടി ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. ഓരോരുത്തനും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്ന ദൈവം. കർത്താവിനെ ഭയപ്പെടണം. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള ബോധത്തോടെ നമ്മുടെ ജീവിതകാലം കഴിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.